ചന്ന മൈക്രോപെൽറ്റസ് എന്ന് പറഞ്ഞാൽ ഈ സ്നേക്കഡ് സ്പീഷ്യസിൽ ഏറ്റവും വലുതാകുന്ന ഒരു മീനാണ് ചന്ന മൈക്രോപെൽറ്റസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോകത്തിൽ 54 തരം സ്നേക്കഡ് ഉണ്ട്. അതിൽ ഏറ്റവും സൈസ് വെക്കുന്നത് ഏകദേശം 20 കിലോയ്ക്ക് മണ്ട വളരുന്ന ഒരു ഹിമങ്കസ് ഫിഷ് തന്നെയാണ് ചന്ന മൈക്രോപെൽറ്റസ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിയോൺ എക്സോട്ടിക്സ്. അപ്പോൾ നമ്മളിന്ന് ചന്ന സ്പീഷ്യസിലെ 3ാമത്തെ എപ്പിസോഡാണിന്ന്. നമ്മുടെ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കാണപ്പെടുന്ന 4 സ്നേക്കഡിനെ കുറിച്ചായിരുന്നു. 2ാമത്തെ വീഡിയോ നമ്മുടെ പുലിവാഹയുടെ ബ്രീഡിംഗ് ആയിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ചന്ന സീരീസിലെ 3ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചന്ന മൈക്രോപെൽറ്റസ് എന്ന് പറഞ്ഞാൽ ഈ സ്നേക്കഡ് സ്പീഷ്യസിൽ ഏറ്റവും വലുതാകുന്ന ഒരു മീനാണ് ചന്ന മൈക്രോപെൽറ്റസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോകത്തിൽ 54 തരം സ്നേക്കഡ് ഉണ്ട്. അതിൽ ഏറ്റവും സൈസ് വെക്കുന്നത് ഏകദേശം 20 കിലോയ്ക്ക് മണ്ട വളരുന്ന ഒരു ഹിമങ്കസ് ഫിഷ് തന്നെയാണ് ചന്ന മൈക്രോപെൽറ്റസ്. ഏകദേശം 1.5 മീറ്ററിന് മണ്ടയ്ക്ക് ഇത് ലെങ്തും വരും. ബാക്കി ഈ സ്നേക്കഡ് സ്പീഷ്യസിൽ വേറൊന്നും ഇത്രയും സൈസ് വെക്കത്തില്ല. മാക്സിമം ബുള്ളൈ സ്നേക്കഡൊക്കെ ആണെങ്കിൽ ഒരു 7-8 കിലോ ഒക്കെ വരത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കിലോയ്ക്ക് മണ്ട തൂക്കും വരുന്ന ഫിഷാണ്. അപ്പോൾ ഊഹിക്കാമല്ലോ എന്ത് വലുതാകുമ്പോൾ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഇത്രയും നാളും 2011 വരെ ചന്ന ഡിപ്ലോഗ്രാമയും ചന്ന മൈക്രോപെൽറ്റസും ഒരേ പേരിലായിരുന്നു അറിയപ്പെടുന്നത്. കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിയപ്പെടുന്നത് ജയൻറ്റ് സ്നേക്കഡ് എന്നാണ്. അതല്ലാതെ വേറെ പേരിലുണ്ട് ജയൻറ്റ് മഡ് ഫിഷ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അതല്ലാതെ ഇന്തോനേഷ്യയിൽ ഇതിനെ ഐക്കൻ ടോമൻ എന്നാണ് അറിയപ്പെടുന്നത്. ഐക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് എന്നുള്ള മീനിങ് ആണ് ആ ഭാഷയിൽ. ടോമൻ എന്നാണ് ഇത് അവിടെയൊക്കെ അറിയപ്പെടുന്നത്. മെയിനായിട്ട് ഇത് കാണപ്പെടുന്നത് ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിലൊക്കെയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഫാക്ട് പറയുകയാണെങ്കിൽ 2011 വരെ നമ്മുടെ ഇവിടെ കേരളത്തിൽ കാണപ്പെടുന്ന നീലവാഹയും ഈ മൈക്രോപെൽറ്റസിനും സെയിം ആയിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. കാരണം മൈക്രോപെൽറ്റസ് എന്നുള്ള ഒരു പേരിലായിരുന്നു വാഹയും ഈ ജയൻറ്റ് സ്നേക്കഡും കാറ്റഗറൈസ് ചെയ്തിരുന്നത്. 2011 കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വാഹയെ ചന്ന ഡിപ്ലോഗ്രാമ എന്നുള്ള പേരിലോട്ട് മാറ്റി. ജയൻറ്റ് സ്നേക്കഡിനെ മൈക്രോപെൽറ്റസ് തന്നെ അതുപോലെ തന്നെ നിർത്തി. ഇവർ രണ്ടിൻ്റെ സെയിം പേര് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇതിനെ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം സെയിം ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് കുഞ്ഞായിരിക്കുമ്പോൾ ഇതിനെ അങ്ങനെ നമുക്ക് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റത്തില്ല. ഞാനപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കാണിക്കാം രണ്ടിൻ്റെയും. നമ്മുടെ കയ്യിലിപ്പോൾ ഇതിൻ്റെ ഒരു വലിയ രണ്ടെണ്ണം കുളത്തിൽ കിടപ്പുണ്ട്. ഇപ്പം ചെറിയൊരു ബേബിയെ മാത്രമേ നമ്മളിപ്പോൾ അക്വേറിയത്തിലിട്ട് വളർത്തുന്നുള്ളൂ. കുറച്ചാൾ കഴിയുമ്പോൾ അതിനെ നമ്മൾ കോണ്ടിലോട്ട് റിലീസ് ചെയ്യും. അപ്പം ബേബിക്ക് ആ ചെറിയതിനെ ഫീഡിങ് ഒക്കെ കൊടുക്കാൻ നമ്മളിപ്പം അവസാനം കാണിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ചന്ന സ്പീഷ്യസിലെ ഏറ്റവും കൂടുതൽ അഗ്രഷൻ കാണിക്കുന്ന ഒരു ഫിഷാണ്. ഒരു ഒറേഷ്യസ് പ്രെഡേറ്ററാണ് ഈ മൈക്രോപെൽറ്റസ്. എന്ന് പറഞ്ഞാൽ കൂടുള്ള സ്പീഷ്യസ് ഏതായിരുന്നു ഇവരുടെ എന്ന് വെച്ചാൽ വായിൽ ഒതുങ്ങാത്ത പോലും ഇവൻ കടിച്ച് കീറി കഴിക്കും. അതിപ്പോൾ സ്വന്തം സ്പീഷ്യസ് ആണെങ്കിലും ഏത് ഫിഷാണെങ്കിലും ഭയങ്കര അഗ്രഷൻ കാണിക്കും. അതുപോലെ തന്നെ ഇവൻ ഗെയിം ഫിഷായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം നമ്മൾ ചൂണ്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ഫൈറ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ഇതിനെ പിടിക്കാൻ. നല്ലതായിട്ട് ഫൈറ്റ് ചെയ്യുന്ന മീനായതുകൊണ്ട് എല്ലാവർക്കും ഇതിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി നല്ലൊരു താല്പര്യം പ്രകടിപ്പിക്കും. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിനെ കാണാൻ. വളർന്നു കഴിയുമ്പോഴത്തേനും നല്ല നീല കളറൊക്കെ കയറി നല്ല ഭംഗിയായിരിക്കും ഇതിനെ കാണാൻ. അതിൻ്റെയൊക്കെ പടം നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണിക്കാം. നല്ല ഭംഗിയായിരിക്കും ഈ ചന്ന ഡിപ്ലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരുന്നതനുസരിച്ച് 7 കളറേഷൻ കാണിക്കും. പക്ഷേ ഇത് മൈക്രോപെൽറ്റസ് അത്രയും കളറേഷൻ കാണിക്കത്തില്ല. പക്ഷേ എന്നിരുന്നാലും വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിനെ കാണാൻ. നിങ്ങളിപ്പം ഇതിനെക്കുറിച്ച് സ്നേക്കഡിനെ ഇഷ്ടമുള്ളവരൊക്കെ കണ്ടു കാണും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെ വീഡിയോസൊക്കെ. നല്ല നീല കളറിൽ ആംഗ്ലേഴ്സ് പിടിച്ചു വെക്കുന്ന ഫിഷസിനെയൊക്കെ. പിന്നെ ഇതിനെക്കുറിച്ച് എക്സ്ട്രാ പറയുവാണെങ്കിൽ ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്, ചന്ന ഈമാസ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി. ചെറുപ്പത്തിലെ ഈ മൈക്രോപെൽറ്റസിൻ്റെ തന്നെ ഒരു വേരിയേഷനാണ് ഈമാസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി. കുഞ്ഞായിരിക്കുമ്പം ഇച്ചിരി നല്ല കളറേഷനായിരിക്കും. നമ്മളതിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് വളർന്നതനുസരിച്ച് അതെല്ലാം പോകും. അപ്പോൾ കുറേ പേർക്ക് ഒരു ഡൗട്ടുണ്ട് ഈ ചന്ന ഈമാസ് എന്നുള്ളത് ഏത് വെറൈറ്റിയാണ്. ഇത് രണ്ടും മൈക്രോപെൽറ്റസിൻ്റെ തന്നെ സാധനമാണ് ഈ ചന്ന ഈമാസ് എന്ന് പറയുന്നത്. കുഞ്ഞായിരിക്കുമ്പോൾ ചെറിയൊരു കളറേഷൻ്റെ ഒരു വ്യത്യാസം കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ വലുതായി കഴിഞ്ഞാൽ സെയിം തന്നെ ആയിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ചന്ന ഡിപ്ലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 70 രൂപയ്ക്കോ 50 രൂപയ്ക്കോ കിട്ടും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. കാരണം ഇത് തായ്ലൻഡിലെ ഇന്തോനേഷ്യൻ ഫിഷാണ്. അപ്പോൾ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുവാണ് ഇങ്ങോട്ട്. ഇപ്പം ഡിപ്ലോഗ്രാമ പുലിവാഹയുടെ കുഞ്ഞുങ്ങളെ ഇന്തോനേഷ്യ കൊടുക്കുകയാണെങ്കിലും ഭയങ്കര റേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ തിരിച്ച് അതിനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ നല്ല റേറ്റ് ആയിരിക്കും. ഏകദേശം ഇതൊന്ന് സ്റ്റാർട്ടിങ് ഒരു 700 രൂപയ്ക്ക് വരെ തൊട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഉള്ളത്.
ഇനിയും കുറച്ചാൾ കഴിയുമ്പോൾ ഇവിടെ ബ്രീഡായി കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ റേറ്റ് എല്ലാം കുറയും. പക്ഷേ ഇപ്പം 700 രൂപയാണ് സ്റ്റാർട്ടിങ്. 700 തൊട്ട് കൗണ്ട് ആയിക്കൊണ്ടിരിക്കും. പിന്നെ സീസൺ അനുസരിച്ച് ഇതിൻ്റെ സ്റ്റോക്ക് കിട്ടാറുള്ളൂ. എപ്പോഴൊന്നും ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടാറില്ല. 1000, 1200 അങ്ങനെയുള്ള റേഞ്ചിലൊക്കെ ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത്രയായിരുന്നു നമ്മൾ ജയൻറ്റ് സ്നേഹിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അഗ്രഷൻ കാണിക്കുന്ന ഫിഷാണ്. കൂടെ എന്തിനെ ഇട്ടാലും നല്ലതായിട്ട് അഗ്രഷൻ കാണിക്കും. നമ്മുടെ തന്നെ ഇതിനകത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ നമ്മളൊരു ചെറിയൊരു ക്യാറ്റ് ഫിഷിനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷവൽനോസിനെ. നമ്മൾ ബോർഡറൊക്കെ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അത് തുറന്നു വെച്ചപ്പോഴത്തേനും ഇവൻ ചാടി കയറി ഷവൽനോസിൻ്റെ വാല് ഫുള്ളും കടിച്ചെടുത്തു. അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. വാല് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷവൽനോസ് പിന്നെ ഡെഡായിപ്പോയി. അപ്പം വളർത്തുന്നവരാണെങ്കിലും എന്തുവാണെങ്കിലും സൂക്ഷിച്ച് വളർത്തണം. വലുതാകുന്നതനുസരിച്ച് പിന്നെ അഗ്രഷൻ കൂടത്തേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച്, മൈക്രോപെൽസിനെ കുറിച്ചുള്ള ഇത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫിഷിനെ കാണിക്കാം, അതിൻ്റെ ഫീഡിങ്. അപ്പം ഗൈസ്, നമുക്ക് മൈക്രോപെൽസിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഗപ്പിയെ പിടിക്കാം. നമ്മുടെ ചെറിയൊരു കുളമാണ്, കണ്ടില്ലേ. സിലോപ്പിയും ഗപ്പി അങ്ങനെ കുറച്ച് വേറെ സാധനങ്ങളുണ്ട്. നമ്മൾ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെ പിടിക്കാം. ഒരു ഓന് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. കുറച്ചേറെ എണ്ണത്തിന് പിടിച്ചേക്കാം. അവൻ 2 ദിവസമായിട്ട് തീറ്റയൊന്നും തിന്നിട്ടില്ല. ഏകദേശം ഒരു 4-5 എണ്ണം കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. വേണ്ടില്ലേ, കുഞ്ഞന്മാരാണ്. ഇവിടെ കുറച്ച് ഗപ്പിയുണ്ട്. നമുക്ക് മൈക്രോപെൽസിന് കൊടുക്കാം. അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ അഗ്രഷൻ ഒന്ന് കാണാം. എന്തുകൂടാ ഇത്, വളഞ്ഞു വന്ന് തിന്നുമോ? അപ്പം ഗൈസ് കണ്ടില്ലേ, പുലിവാഹയുടെ കുഞ്ഞിൻ്റെ കൂട്ട് തന്നെ തോന്നും, പക്ഷെ അല്ല. ഇങ്ങനെ ചെറിയ ഡിഫറൻസ് ഉണ്ട് ആ ലൈനിലൊക്കെ. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ചാടി കയറി പിടിക്കാനൊക്കെ നോക്കും. അപ്പോൾ ഇത് വളർത്തുന്നവരുണ്ടെങ്കിൽ എപ്പോഴും ഒരു കവറൊക്കെ വെച്ചിട്ട് വളർത്തുക. കാരണം സ്നേക്ക് ഹെഡാണ്, ചാടിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്. നമ്മൾ കണ്ടില്ലേ, നെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവൻ ഇച്ചിരി വളർന്നു കഴിഞ്ഞാൽ ഇവനെ നമ്മൾ കുളത്തിൽ റിലീസാക്കും. ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, കൈയൊക്കെ ചാടി പിടിച്ചാലും ചെറിയാണ്. പക്ഷേ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഷാർപ്പ്നെസ് ഒക്കെ കൂടും. പിന്നെ ഇച്ചിരി ഡേഞ്ചറാണ് ആൾ. അപ്പം ഗൈസ്, ഇന്ന് ഇത്രേ ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ മൈക്രോപെൽസിനെ കുറിച്ചുള്ളത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. ഫിഷസിനെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിനകത്ത് വേറെ സ്നേഹിഡിനെ കുറിച്ചുള്ള 2 വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണുക. പുലിവാഹയുടെ ബ്രീഡിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ സ്നേഹിഡിനെ കുറിച്ചുള്ള വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും. ഓരോ സ്പീഷീസിനെ കുറിച്ച് നമ്മൾ ഫുൾ ഇൻഫർമേഷൻ എല്ലാം തരുന്നതായിരിക്കും. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.